ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ 60ാമത്തെ കലാകാരൻ കലാമണ്ഡലം കലാനിലയം ശിവദാസ്. പ്രസിദ്ധനായ സംഘാടകൻ രമേശൻ നമ്പീശൻ എന്നിവരുടെ ചോദ്യ ഉത്തര വായ്ത്താരികളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കലാമണ്ഡലം ശിവദാസൻ പല്ലശ്ശന, കൊല്ലങ്കോട് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പ്രാഥമികമായ കൊട്ടുകളൊക്കെ അദ്ദേഹം അവിടുന്ന് പഠിച്ച്, നാട്ടിൽ നിന്ന് തന്നെ പഠിച്ച് അരങ്ങേറ്റങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിശദമായ പഠനത്തിന് ശേഷം കലാമണ്ഡലത്തിൽ വരുന്നത്. ആ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം 4 വർഷവും അവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കി. പിന്നീട് കുറച്ചു കാലം സ്വതന്ത്രമായി കൊട്ടി. പിന്നീട് പല ആചാര്യന്മാരുടെ അടുക്കലും മേളത്തിൻ്റെയും തായമ്പകയുടെയും പ്രയോഗങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. ഒരുപക്ഷെ പല്ലശ്ശനയിലുള്ള ഒരു ചെണ്ട കലാകാരൻ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ മറ്റ് സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ പല്ലശ്ശനയുടെ അല്ലെങ്കിൽ കൊല്ലങ്കോടിൻ്റെ ഒരു വാദ്യ കലാകാരനായി മാറുമായിരുന്നു. കലാമണ്ഡലത്തിൽ പഠിച്ചതിന് ശേഷം കലാമണ്ഡലം ശിവദാസനായി പ്രയോഗിക്കാൻ, കഥകളി അരങ്ങിലും തായമ്പകയിലും പ്രയോഗിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ കലാമണ്ഡലം ശിവദാസൻ എന്ന പേരിൽ തെക്കും വടക്കും മധ്യ കേരളത്തിലൊക്കെ അറിയുന്ന ഒരു വാദ്യകലാകാരനായിരുന്നു. ഈ പല്ലശ്ശനയിലുള്ള ഈ കലാമണ്ഡലത്തിലുണ്ടായിരുന്ന കലാകാരൻ പിന്നീട് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ അധ്യാപകനായി അവിടെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ കലാമണ്ഡലം അല്ലെങ്കിൽ പല്ലശ്ശന ശിവദാസൻ അല്ലെങ്കിൽ കൊല്ലങ്കോട് ശിവദാസൻ, കലാമണ്ഡലം ശിവദാസൻ എന്നത് കലാനിലയം ശിവദാസനായി മാറി. കലാനിലയം ശിവദാസൻ കഥകളിക്കൊട്ടുകാരൻ മാത്രമല്ല ഇരിങ്ങാലക്കുടയിൽ വന്ന് താമസമാക്കിയതിന് ശേഷം ഉണ്ടായത്. അത് മറ്റൊരു വാദ്യലോകത്തിൻ്റെ തന്നെ മറ്റൊരു ചരിത്രമായി ഒരുപക്ഷെ കാലം അത് ഓർക്കും. ഈ പാലക്കാടുള്ള ഒരാൾ ഇരിങ്ങാലക്കുട വന്ന് മേളത്തിൽ പ്രാവീണ്യം നേടി നിരവധി മേളങ്ങളിൽ പ്രമാണം വഹിക്കുക, 100, 150, 200 കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മേളങ്ങൾ കൊട്ടുക, അത് പ്രസിദ്ധമായ പൂരങ്ങളുടെ, ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായി നടത്തുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മേളകലാകാരനാവുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അതിന് ഗുരുത്വം വേണം. തൻ്റെ തൊഴിലിനൊപ്പം തനിക്ക് മനസ്സതയുടെ വിശാല മനസ്കത വേണം. ഇതെല്ലാം കലാമണ്ഡലം കലാനിലയം ശിവദാസനുണ്ട് എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം ഇപ്പോഴും മേളത്തിൽ വളരെ വിദഗ്ധമായി അത് നയിക്കുകയും കൊണ്ടു നടത്തുകയും നിരവധി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരൻ. മാത്രമല്ല അദ്ദേഹം ഏകദേശം 2000-ത്തിനടുത്ത് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഒരു 20 കൊല്ലത്തോളമായി അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരമായി പരിപാടി അവതരിപ്പിക്കുകയും ക്ലാസ്സുകൾ നടത്തുകയും നിരവധി കലാകാരന്മാരുടെ അരങ്ങേറ്റം മേളത്തിലൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചക്രമായി വേണമെങ്കിൽ കണക്കാക്കാം. പല്ലശ്ശനയും കലാമണ്ഡലവും കലാനിലയവും ഇരിങ്ങാലക്കുടയും അമേരിക്കയും
അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളും ഒക്കെയായി. എങ്ങനെയും ആ ശിവദാസൻ്റെ അദ്ദേഹം ഈ അഭിമുഖത്തിന് അത്ര താല്പര്യമില്ലാത്ത ഒരു കലാകാരൻ കൂടിയാണ്. വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിന് സമ്മതിച്ചത്. എങ്ങനെയും ആ കലാകാരൻ്റെ വിവരങ്ങളാണ് നമുക്കിന്ന് വർത്തമാനത്തിൽ കൂടെ അറിയാൻ പോകുന്നത്. ആ കലാകാരൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയുന്നത് രമേശൻ നമ്പീശൻ എന്ന ആധുനിക കലാലോകത്തിൻ്റെ മികച്ച സൗമ്യശീലനായ സംഘാടകൻ എന്നൊക്കെ എൻ്റെ ചെറിയ ഭാഷയിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം അത്തരം ഭാഷയിലും ഒന്നും ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ, കഥകളി കലാകാരന്മാരാവട്ടെ, കൂടിയാട്ടം, വാദ്യം തുടങ്ങിയ കലാകാരന്മാരാവട്ടെ, അറിയുന്നത് ദുബായിലുള്ള തിരുനോട്ടം ഉത്സവത്തിനോടൊപ്പമാണ്. ആ തിരുനോട്ടം ഉത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ മികവ് ഒരു തവണ കണ്ടാൽ മതി രമേശൻ നമ്പീശൻ എന്ന ഈ കലാ ആസ്വാദകൻ്റെ, സംഘാടകൻ്റെ കഴിവ് മനസ്സിലാക്കാൻ. നിരവധി കാലം തിരുനോട്ടം ഉത്സവം നടത്തി, കേളീരവം മാസിക നടത്തി, പിന്നീട് അത് IKKF എന്ന സംഘടന എന്ന പേരിൽ മാറി. ഇപ്പോഴും അതിൻ്റെ ദുബായിലല്ലാതെ കേരളത്തിലുള്ള പ്രധാന ചുമതല വഹിക്കുന്നത് രമേശൻ നമ്പീശൻ എന്ന കലാ ആസ്വാദകനാണ്, സംഘാടകനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആസ്വാദകനെ എനിക്ക് എൻ്റെ ഈ വൈത്താരിയിലേക്ക് ലഭിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ സംസാര ശൈലിയിൽ തന്നെ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള ലാളിത്യം, മൃദുത്വം ഒക്കെ. എങ്ങനെയും ആ രമേശൻ നമ്പീശനെയാണ് എനിക്ക് ഈ വായ്ത്താരിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല ഒരു അഭിമുഖമായാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. എങ്ങനെയും ഇത് കേൾക്കുന്നതിന് എല്ലാ ആസ്വാദകരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ വാദ്യരംഗത്ത് ഒരുപക്ഷെ ഇത്ര അധികം ഡോക്യുമെൻറ്റേഷൻസ് ചെയ്തിട്ടുള്ള അപൂർവം ഇടങ്ങളിലൊന്നാണ് ഇടം പ്ലസ് തല വായ്ത്താരി എന്ന പേരിൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ്റെ ആശാൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു മേളസഞ്ചാരത്തിൻ്റെ വഴികളിൽ നിരവധി ഡോക്യുമെൻറ്റേഷൻസ് നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ, സാംസ്കാരിക ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ഇത് വലിയൊരു നിധിയായിട്ട് തന്നെ കാലം നീക്കി വെച്ചിട്ടുള്ള ഒരു ഈടുവെപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു മേള സഞ്ചാരത്തിൽ എനിക്കും കൂടിയും ചേരാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷം എല്ലാം ഈ അവസരത്തിൽ ഉണ്ണീഷേട്ടനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം ശിവദാസാശാനെ പരിചയപ്പെടുത്താനുള്ളൊരു അവസരം വീണ് കിട്ടിയിരിക്കുന്നു. വളരെയധികം സന്തോഷം. ആദ്യമായി ഈ ഒരു സ്പേസിലേക്ക്, ഇടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ആശാനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇരിങ്ങാലക്കുടയിൽ നിരവധി കാലമായിട്ട് ഉള്ള പരിചയം, പ്രത്യേകിച്ച് കലാമേഖലയിൽ കഥകളി ആയിക്കോട്ടെ, കലാനിലയവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, മേളമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, വാദ്യകലയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, നിരവധി കാലത്തെ പരിചയമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരിചയമുള്ള ഒരു വ്യക്തിയെ ഈ ഒരു സ്പേസിൽ, ഈ ഒരു ഇടത്തിൽ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്നു. ചില ചിന്തകൾ, ചില പരിചയങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ഇതൊക്കെയായി ഈ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഈ സംസാരം നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായി ചോദിക്കാനുള്ളത്, ആശാൻ്റെ ഈ ഒരു 6 വർഷത്തെ ജീവിതത്തിൽ ഈ ഒരു കലാപരമായിട്ടുള്ള മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം, നാടിൻ്റെ ആ ഒരു പശ്ചാത്തലം, അതൊന്ന് ആമുഖമായിട്ട് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്വതവേ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് എൻ്റെ സ്വദേശം. അമ്മയുടെ വീട് പല്ലശ്ശന. തൊട്ടോട്ട് കലാഗ്രാമങ്ങളാണ് പല്ലാവൂർ, പല്ലശ്ശന. കൊല്ലങ്കോട് വന്ന വെങ്ങുവനാട് കോവിലകം സ്ഥിതി ചെയ്യുന്ന വേണുഗോപാലവർമ്മ രാജാവിൻ്റെ അധീനതയിൽ അന്ന് രാജഭരണം പോലെ നടക്കുന്നൊരു കാലഘട്ടം.
പിന്നെ തൊട്ടപ്പുറത്ത് കാച്ചാങ്കുറിശി, പനങ്ങാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിറ്റൂർ, നെന്മാറ അങ്ങനെ ഒരു മേഖലയാണ്. അപ്പോൾ സ്വതവേ ഞങ്ങളുടെ അവിടെ ഈ ഉത്സവകാലമൊക്കെ ഈ വൃശ്ചികം തൊട്ട് മേടം ചൊരിയുന്നവരുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് ഈ പൂരങ്ങളും ഉത്സവങ്ങളും നടക്കുന്നൊരു നാടാണ്. അതുപോലെ കഥകളിക്കും പ്രാധാന്യമുള്ള. എൻ്റെ അമ്മയുടെ നാട് പല്ലശ്ശനക്കാരനാണെന്നും പറയാം, കൊല്ലംകോട്ടുകാരാണെന്നും പറയാം. അവിടെ കഥകളി കണ്ടുകൊണ്ടാണ് ഈ ഉത്സവകാലത്ത് കഥകളി പതിവുണ്ട്, 4 ദിവസം പതിവുണ്ട്. ആ കഥകളി കണ്ടുകൊണ്ടാണ് എൻ്റെ ഈ കഥകളിക്കുട്ടിലേക്ക് വരാനുള്ളൊരു താല്പര്യം ഉണ്ടായത്. അതിന് മുമ്പ് ഞാൻ 11 വയസ്സിൽ തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞു. പല്ലശ്ശന കുഞ്ചുമണിമാരാർ വന്നൊരു കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അന്ന് വളരെ കഴിവുള്ളൊരു കലാകാരനാണ്. അദ്ദേഹമാണ് എന്നെ തായമ്പ പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് SSLC കഴിഞ്ഞ ശേഷം കലാമണ്ഡലത്തിലേക്ക് കുട്ടികളെ എടുക്കണം എന്നുള്ളൊരു ന്യൂസ് പത്രത്തിൽ കണ്ടു. അങ്ങനെ കലാമണ്ഡലത്തിലേക്ക് അപേക്ഷിക്കുക. ഈ കലാമണ്ഡലത്തിലേക്കുള്ള പ്രവേശം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എങ്കിലും ഈ ഒരു മേളത്തിനോട് അല്ലെങ്കിൽ വാദ്യത്തിനോടുള്ളൊരു പ്രിയമുണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉത്സവം മാത്രം ആവണമെന്നില്ല. അന്ന് അവിടുത്തെ ജീവിച്ചിരിക്കുന്ന പ്രതിഭാധനന്മാരായിട്ടുള്ള കലാകാരന്മാർ, അവിടുത്തെ പരിസരം, ഇത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാം. അന്ന് കൊല്ലംകോട് രാജാവിൻ്റെ അധീനതയിലാണ് കൊല്ലംകോട് ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കാലത്ത് അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ മേളം, തായമ്പക, അതുപോലെ പഞ്ചവാദ്യം ഇതൊക്കെ അവിടെ കേമായിട്ട് നടക്കാറുണ്ട്. ആ മേളവും പഞ്ചവാദ്യത്തിനൊക്കെ അന്നത്തെ ജീവിച്ചിരുന്ന അനവധി തലമുതിർന്ന ആചാര്യന്മാരായിട്ടുള്ള ഇപ്പം ആൾക്കാർ മേളത്തിലാണെങ്കിൽ കച്ചാങ്കുറിശി ഈശ്വരമാരാർ, അങ്ങനെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, പല്ലശ്ശന കുട്ടന്മാരാർ, പത്മനാഭരാർ, അച്ഛൻ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. അതുപോലെ അന്നമരട ആശാൻ്റെ പഞ്ചവാദ്യം, തായമ്പകയിലെ മലമക്കാവ് കേശവപ്പൂവാൾ, അങ്ങനെ കല്ലേക്കുളങ്കര അച്യുതമാരാർ, അവസാനത്തെ തായമ്പ കുളന്തസ്വാമിയുടെയാണ്, പല്ലശ്ശന പത്മനാഭരാർ, പല്ലാവൂരപ്പുമാരാർ, അന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുള്ള കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിരുന്നു. അതുപോലെ ഈ വക ആൾക്കാരെ ഈ പല്ലശ്ശന പത്മനാഭരാർ, ചതലിമാരാരൊക്കെ ഉള്ള ഇരട്ട തായമ്പക, അതുപോലെ മന്നാടി രേശൻ്റെ അച്ഛൻ്റെ കേളി, ഇതൊക്കെ അന്ന് ആ കാലഘട്ടങ്ങളിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലങ്ങളായിരുന്നു. എൻ്റെ അച്ഛൻ പറയാറുണ്ട് മന്നാടി രേശൻ്റെ അച്ഛൻ്റെയൊക്കെ കേളി കേട്ടാൽ തരിച്ചു പോകുന്നു. ഇവർ തായമ്പ കഴിഞ്ഞാൽ പിന്നെ കേളി കുട്ടി ബലിപ്പിക്കണമെങ്കിൽ ആശാൻ്റെ അച്ഛൻ തന്നെ വേണം. അങ്ങനെ ഒരുപാട് പൂർവ്വകഥകളൊക്കെ കേൾക്കാറുണ്ട്. അന്ന് കച്ചാങ്കുറിശി കേശവൻ, മാതംഗ ചക്രവർത്തി, ആന, കൊല്ലംകോട് അയ്യപ്പൻ, ഇതൊക്കെ അവരുടെയും ഒരു പ്രതാപകാലത്തൊരു കഥകളാണ്. അന്ന് ഒരുപാട് കഥകൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ട്. അതൊന്നാണെന്ന് ഞങ്ങൾക്ക് പിന്നെ 24 മണിക്കൂർ ഈ കൊട്ട് കേൾക്കലും ഈ അമ്പലങ്ങളും പരിസരവും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് നമുക്കൊരു കലയുടെ ഒരു തുടിപ്പ് നമ്മുടെ മനസ്സിൽ ഉണർന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നപ്പോൾ ഏതൊരാൾക്കും, പ്രത്യേകിച്ച് വാദ്യത്തോട് പ്രിയമുള്ള ഒരു കുട്ടിക്ക് അതിൻ്റെ ഉപരിപഠനം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുടുംബ പശ്ചാത്തലം അതിനെങ്ങനെ, എത്രത്തോളം അതിന് എൻ്റെ ഏട്ടൻ പല്ലശ്ശന പത്മനാഭരാരുടെ അടുത്ത് പഠിച്ചരങ്ങേറ്റം കഴിച്ചാളാണ്. ആ സമയത്താണ് എനിക്ക് ആ ഒരു അനുഭൂതിയാണ് പ്രചോദനമായിട്ട്. അപ്പോൾ ഏട്ടൻ അച്ഛനൊക്കെ കൊട്ടും. അവരൊക്കെ ഈ പറഞ്ഞ മാതിരി അവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട, എല്ലാവരും കൊട്ടുന്ന ആൾക്കാർ. അങ്ങനെ ഒരു നാടാണ് ഈ പല്ലാവൂർ, പല്ലശ്ശന, കൊല്ലംകോട്, കച്ചാങ്കുറിശി എന്നൊക്കെ പറഞ്ഞു, പല്ലാവൂർ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒന്നും ആർക്കും പല്ലാവൂരപ്പന്മാരെന്ന് പറയില്ലേ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ തൃപ്പല്ലാവൂരപ്പനാണെന്ന് പറയില്ലേ. അതൊക്കെ ഈ കേട്ടിട്ട് ഈ പറഞ്ഞ മാതിരി അമ്മയുടെ വയറ്റും തന്നെ ഇതൊക്കെ കേൾക്കുകയാണ്, മനസ്സിലായ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഈ നമ്മളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ തന്നെ. അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ പേര് കുഞ്ഞിരാമ പണിക്കര, ഒട്ടേക്കാട്ട് കുഞ്ഞിരാമ പണിക്കര. അമ്മയുടെ പേര് സത്യഭാവമ്മ. അപ്പോൾ ഇതിൽ ആ വാദ്യത്തോടുള്ള പ്രിയം അച്ഛനിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം. അച്ഛനിൽ നിന്ന്, അവിടെ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അവിടെ ഈ കൊട്ടൊന്നറിയാത്ത ആൾക്കാരില്ല. പഞ്ചവാദി ആയാലും മേളയായാലും തായമ്പയിൽ കഥകളിക്കും നല്ല പ്രചാരമാണ്. കൊല്ലംകോട് കൊട്ടാരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കളരി ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. മാതാരാജാവിൻ്റെ കാലത്ത് കൊല്ലംകോട് ഹൈസ്കൂളിലും ഇന്ന് കാണുന്ന നമ്മുടെ പഴയ ഗുരുനാഥന്മാർ, ആശാന്മാരും മുഴുവൻ. ഞാൻ കലാമണ്ഡലത്തിലേക്ക് വരുന്നത് തന്നെ ആ കഥയാണ്. ഞാൻ പിന്നീടത് പറയാം, മനസ്സിലായ. അത്ര കുഞ്ചനാരാശാൻ, കൃഷ്ണൻകുട്ടി പോളാശാൻ, രാമകുട്ടി നാരാശാൻ,
പറയേണ്ട എല്ലാ ആൾക്കാരും അവിടെ ആ കഥകളി കളരിൽ കൊല്ലംകോട് ഉണ്ടായിട്ടുണ്ട്. എന്നും കഥകളിയാണ്. കൊല്ലംകോട്, കച്ചാങ്കുശി, പല്ലാവൂർ, പല്ലശ്ശിന, അടുത്തുള്ള എലവഞ്ചേരി വന്ന സ്ഥലത്ത് ഒരു പെരുങ്ങോട്ടുകാവുണ്ട്, സാമൂതിരി ക്ഷേത്രത്തിൻ്റെ, സാമൂതിരി രാജാവിൻ്റെ ഒരു ക്ഷേത്രം. അവിടെ കഥകളിയില്ലാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ ഒരു കലാഗ്രാമമാണ് കുഞ്ഞിരാമൻ നായർ തന്നെ. കുഞ്ഞിരാമൻ നായർ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്, മഹാകവി. കൊല്ലംകോട് ഹൈസ്കൂളിൽ മാഷായിരുന്നു. കച്ചാങ്കുറിച്ചി ചക്രവാണിമാരാർ, വിയ്യങ്കോടിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. നമ്പീശുട്ടിയാശാൻ്റെ ഒരു അനിയൻ വാസവൻ നമ്പീശൻ, അവരൊക്കെ അവിടെ ഉണ്ട്. സദനൻ ജ്യോതി. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രചോദനമായിരുന്നു അവരുടെയൊക്കെ. ഇത് എന്നെ വലിയ കാര്യമാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വളരെ വീട്ടിലും അച്ചടക്കത്തോടൊക്കെ ജീവിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കുറുമ്പനൊന്നും ആയിരുന്നില്ല. ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും ഇരുന്ന് കാണുക, അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. തായമ്പയാണെങ്കിലും ഇതൊക്കെ കഥകളിയാണെങ്കിലും ഉറങ്ങൊന്നുമില്ല. അങ്ങനെയൊക്കെ പല്ലശ്ശേനിയിൽ കഥകളി കാണാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതാണ് ഈ ദുശാസൻ്റെ രംഗമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹമാണ്. കുട്ടമാരാശാനെയും മന്നാരാശാനെയൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇപ്പം കളിയിൽ ആ മേളമാണ് അടുപ്പിച്ചതെന്ന് വേണമെങ്കിൽ. അതെ 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 എന്നെ തായമ്പ് പഠിപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു, തായമ്പ് കുഞ്ചുമണിയെടുത്ത് പോയിട്ട് ഞാൻ പറയാം ഈശ്വരമാരാരുടെ അടുത്ത് പറഞ്ഞിട്ട് കുഞ്ചുമണിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് കുഞ്ചുമണി പറഞ്ഞാൽ ഇത് തന്നെ കുഞ്ചുമണിമാരാരുടെ അടുത്തേക്ക് വരുന്നത്. തായമ്പ് പഠിച്ച് അരങ്ങേറ്റം കഴിയുമ്പോൾ 17 വയസ്സിൽ അരങ്ങേറി. അത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമൊക്കെ കൊട്ടാനൊക്കെ പോകും. അപ്പോഴേക്കും ഞാൻ ഒത്തിരി നല്ല ആളുണ്ടായിരുന്നു അന്ന്. നല്ല ഒരു കിണ്ടപ്പനായിരുന്നു. അപ്പോൾ എല്ലാവരുടെ കൂടെ അന്ന് അവിടെ കുട്ടിയുണ്ട്. ചെതലിരാമാരാർ, പല്ലശ്ശന പത്മാമാരാർ, കച്ചാങ്കുശി ചരമാരാർ, അവരുടെ പല്ലശ്ശന വേലായുധ മണ്ണാടിയർ, വേലായിട്ടും വേലായിട്ടും ഞങ്ങൾ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരും നമ്മളെ കാര്യമായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തുനിന്നും പലവരൊക്കെ ഈ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ പലവരും അവിടെ വരും. പഞ്ചവാദി ആയാലും ശരി. പഞ്ചവാദി ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്താണ് അങ്ങനെ കലാമണ്ഡലത്തിലേക്ക് പോണത്. ഇപ്പോൾ ഏട്ടൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ഏട്ടൻ കൂടാതെ ഫാമിലിയിൽ ഇല്ലെങ്കിൽ എൻ്റെ അനിയന്മാരെല്ലാവരും ഇപ്പോൾ കൂട്ടുകാരാണ്. അതെ അല്ലേ. ഒരു അനിയൻ ഈ അടുത്ത കാലത്ത് വട്ടേക്കാട്ട് ശശി എന്ന് പറയും. വളരെ ഒരുപാട് കലാകാരന്മാർക്ക് ഉപകാരം ചെയ്തിട്ടുള്ളൊരു കലാകാരനാണ്. ഇതുകൊണ്ട് ധാരാളം ഉണ്ടാക്കി. തമിഴ്നാടൊക്കെ അടക്കി ഭരിച്ചിരുന്നൊരു കലാകാരനാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വാദ്യകലാകാരന്മാർക്ക് അരങ്ങുകൾ ഉണ്ടാക്കുന്നില്ല. അത്ര പരിപാടികളാണ്, അത്ര സമ്പാദിക്കുകയും ചെയ്തു. പക്ഷേ ദൈവം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു മണപ്പുള്ളിക്കാവ് വേല കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വരികയാണ്. പെട്ടെന്ന് വയ്യാതായി. ആ സമയം കഴിയാം. ഒരുപാട് നഷ്ടങ്ങൾക്ക് കലാകാരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട നഷ്ടങ്ങളുണ്ടായി. വേണമെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലം, ഗ്രാമ പശ്ചാത്തലം, എല്ലാ പശ്ചാത്തലവും ഈ അതെ നാടിൻ്റെയും ഗ്രാമത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം കൂടി അത് നമ്മുടെ ഒരു ഈശ്വരാധീനം. വേറെ പറയാനൊന്നുമില്ല. അപ്പോൾ ഈ SSLC പഠിച്ചു കഴിഞ്ഞ് നേരെ ഇതിലേക്ക് കലാമണ്ഡലത്തിലേക്ക് പഠിക്കണം എന്ന ഉദ്ദേശം വേറെ ഉപരിപഠനത്തിന് വേണ്ടി ശ്രദ്ധ പോവുകയോ ഇല്ലെങ്കിൽ ഉപരിപഠനം പറഞ്ഞാൽ അന്ന് അവിടെയൊക്കെ കൊട്ടി നടക്കും. നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒന്നും പഠിപ്പിക്കണ്ടല്ലോ. അതൊക്കെ നമ്മൾ കേട്ട് 4 പ്രാവശ്യം കേൾക്കുമ്പോൾ ഒക്കെ കൊട്ടും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഭൗതിക വിദ്യാഭ്യാസമാണ്. മറ്റുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കണോ? ഇല്ല. അതിന് പോണതിന് മുമ്പാണ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടത്. മാതൃഭൂമി പത്രത്തിലൊരു ചെറിയ ന്യൂസ് ഉണ്ട്, കലാമണ്ഡലത്തിലേക്ക് വിദ്യാർത്ഥികളെത്തി. അങ്ങനെ കൊല്ലംകോട് രാജാവിനെ അന്ന് ഒക്കെ നമുക്കൊക്കെ പോയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കലാമണ്ഡലത്തിലേക്ക് പോകാനാണ് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് ഞാനൊരു കത്ത് തരാവും, പൊതുവാളാശാൻ ഒരു കാർഡ്. അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കോലത്തൊരു കാലിസനുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കൊല്ലംകോട് രാജശേഖര സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേശവനെ കലാമണ്ഡലത്തിലേക്ക് നിങ്ങളുടെ കൂടെ അയക്കാമെന്ന്. അങ്ങനെ അതൊക്കെ ഒരു എന്താ വെച്ചാൽ ഒരു നിമിത്തം അങ്ങനെ പറഞ്ഞേക്കാം. ഞാനിങ്ങനെ ഈ കത്ത് ആദ്യം ഇൻ്റർവ്യൂ ബോർഡിൽ പൊതുവാളാ, എനിക്ക് ആശാന ആരാണെന്ന് അറിയില്ല. ആശാനാണ് ഇരിക്കുന്നത് പറഞ്ഞു. ആശാനോട് വേണുത്തമ്പാന സുഖം തന്നെയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ എന്നോട് തായമ്പോട്ടാൻ പറഞ്ഞു, അമ്മ ആമത്തി കൊട്ടി. അപ്പോൾ ചെണ്ട തല്ലി പൊളിക്കണ്ട കേട്ടോ, അതൊക്കെ കുട്ടിയാൽ മതി. ഒന്നും അസലൊരു ചെണ്ട. പിന്നീട് ആ ചെണ്ട കപ്പളിങ്ങാട്ട് കുറ്റിയുന്ന കരിപ്പാൽ കുറ്റിയുന്ന മൊന്നാടേശം പിന്നെ അതൊക്കെ പറഞ്ഞു തരുമല്ലോ.
എന്ന് പറഞ്ഞത്. പിന്നെ വേഗം കാർഡ് വന്നു, പിന്നെ പെട്ടെന്ന് കലാമണ്ഡലത്തിലേക്ക് പോയി. അപ്പോൾ ഇത് SLC കഴിഞ്ഞിട്ടാണ് വരണേന്നുള്ളത് സൂചിപ്പിച്ചു. അപ്പോൾ ഏകദേശം ഒരു 4.5 പതിറ്റാണ്ടിന് മുമ്പുള്ളതാണ്. ഏത് വർഷമാണ് കലാമണ്ഡലത്തിൽ ജോയിൻ ആവുന്നത്? 81. അപ്പോൾ അന്നത്തെ ആ കലാമണ്ഡലത്തിലെ ആ അനുഭവം അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം, കലാമണ്ഡലത്തിൻ്റെ അന്നത്തെ ആചാര്യന്മാർ, അതിനെപ്പറ്റി ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അന്നും നമ്മൾ പോകുമ്പോൾ പൊതുവാളാശാൻ, മന്നാടേശാൻ, അച്ചുടിപ്പോളാശാൻ, വാരണാശാൻ, ബലരാമാശാൻ, ഇങ്ങനെ ആശാന്മാരുടെ അച്ചുണിപ്പോളാശാൻ, ബലരാമാശാൻ, ഇങ്ങനെ ആശാന്മാരുടെ ഒഴിവിൽ ഒരു 2 മാസം അടുപ്പിച്ച് ചേട്ടൻ, പിന്നെ ഉണ്ണീഷേട്ടൻ, അങ്ങനെ എല്ലാവരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരു അനുഗ്രഹമൊക്കെയാണ് ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാനും. കലാമണ്ഡലത്തിലെ അന്നത്തെയൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭയാനകമായിട്ടുള്ളൊരു, അതിപ്പോൾ നമുക്കറിയാമല്ലോ. ഒന്ന് എൻ്റെ സീനിയറായിട്ട് പോരൊരു കുട്ടനാണ്, പിന്നെ നമ്മുടെ കൃഷ്ണദാസ്, ശിവദാസനാചാര്യ, അങ്ങനെ ചില ആൾക്കാർ, ദേവരാജൻ, അങ്ങനെ. എൻ്റെ താഴെയായിരുന്നു ഞാൻ. എൻ്റെ ബാച്ചിലെ ഒരു ഹരിഹരൻ, തിരുവല്ലാമലക്കാരൻ, അയാളിപ്പോൾ രംഗത്തില്ല. പിന്നെ സുന്ദരേശൻ, കൊല്ലത്തുകാരൻ, അയാളില്ല. അത്രേ ഉള്ളൂ. ക്ലാസ്സൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുണ്ട് നമ്മൾ. പക്ഷെ ഞാൻ പഠിക്കാനും ഒക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു എന്നൊക്കെ പഠിച്ചിരുന്നു. ഓണത്തിന് മുമ്പ് തായമ്പക, പുറപ്പാട്, മേളപ്പതൊക്കെ കഴിഞ്ഞു. പക്ഷെ എൻ്റെ അരങ്ങേറ്റം 2ാമത്തെ വർഷത്തിലുണ്ടായിരിക്കുന്നത്. പേടിയാണ് സ്വതവേ. അത് ഈ വീട്ടിലൊക്കെ പേടിച്ച് വളർന്നുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സീനിയർ വിദ്യാർത്ഥികൾ നമ്മളറിയാത്തതും പലതും അവരുടെ അടുത്ത് ചോദിക്കും. പോലെ അടിയൊക്കെ നല്ലോണം കിട്ടിയിരുന്നു. അച്ചോണി പോളാശനം കിട്ടിയിട്ടുണ്ട്, എല്ലാവരും ഒന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കത് അങ്ങനെയുള്ള അടി അത്രയ്ക്ക് ഉള്ളിൽ അടികളൊന്നുമല്ല. എന്നാലും ഒരു പിന്നെ ഭാഷാമാരുടെ അവരുടെ ഈ ഭക്ഷണമൊക്കെ നമ്മൾ കഴിഞ്ഞ രാത്രി അവിടെ പോവും. അവർക്ക് ഈ കിടക്ക വിരിച്ചു കൊടുക്കാനും കൊതുവല കെട്ടാനും അച്ചോണി പോളാശൻ കഞ്ഞിയൊക്കെ വെച്ചിട്ട് പാത്രമൊക്കെ കഴുകണം. അതൊക്കെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ അതൊക്കെ ഒരു രസമായിട്ടുള്ള. പിന്നെ കുറേ വർത്താനമൊക്കെ പറയും. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അന്നത്തെ കളി ഓർമ്മകളും അവരുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കലുണ്ടാവും. അവർ പഴയകാല ഓർമ്മകൾ. പിന്നെ മന്നാടേശം, പിന്നെ ഇടയ്ക്ക് ഒരു എല്ലാവരും വേണ പോലെ കുറച്ച് ഈ ഇത്തിരിയുള്ള കാര്യമൊന്നും വലുതാക്കി പറയില്ല. ഭയങ്കര രസമാണ്. മനസ്സിലായി. എനിക്ക് പിന്നെ അത് അറിയാം. ആശാനെക്കുറിച്ച് ധാരാളം കോഴ്സ് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലും അവസാന കാലം വരെ ഞാൻ എപ്പോഴും പോയി കാണും. എന്നെ വലിയ കാര്യമാണ് കണ്ടാൽ തന്നെ. അത് ഈ പാലക്കാട് നിന്ന് വന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് അത് മുതലുള്ള പരിചയമാണോ ആ ഒരു കാരണം? ആ ഒരു അല്ല, ഞാൻ ആശാനായിരുന്നു പരിചയമില്ല. എൻ്റെ അച്ഛനെ കറി നന്നായിട്ട്. ആശാനെ ഞാൻ അറിയില്ല. ആശാനെ ഞാൻ കണ്ടിട്ട്, പക്ഷേ ആശാനെ കണ്ടിട്ടുണ്ട്, കഥകളിക്ക് കൂട്ടുന്നത് കണ്ടിട്ടുണ്ട് മാത്രമല്ല, നേരിട്ട് പരിചയമില്ലായിരുന്നു. അല്ല, ആശാന അന്നൊരു വലിയൊരു അചാരഭാഗമുള്ളൂ. നമുക്കൊരു ഭയങ്കര പേടിയാണ്. പക്ഷേ അത് കലാമണ്ഡലത്തിൽ വന്നിട്ടാണോ പരിചയമൊക്കെ പിന്നെ ഉണ്ടായത്. നാട്ടിൽ നിന്ന് ഒഴിവ് സമയത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കൊല്ലങ്കോട്ട് നിന്ന് എടുക്കുന്നൊരു മയിൽവാഹനം ബസ്സുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് കയറും. പല്ലശ്ശേരി എത്തിയ ആശാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പറയാം ആശാനെ കണ്ടാൽ. മനസ്സിലായോ? അപ്പോൾ ആശാൻ്റെ അടുത്ത് സീറ്റ് പോയിരിക്കും. അപ്പോൾ ആശാനെ നോക്കും. വാഴക്കോട് വന്ന സ്ഥലത്ത് ഇറങ്ങും. അല്ല, ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് വരും, കലാമണ്ഡലത്തിലേക്ക് വരും. അപ്പോഴേക്കും ഇവിടെ ഏതാണ്ട് സമയമുണ്ടാവും. ഭയങ്കര പേടിയാണ്. വീട്ടിലേക്ക് പോകാൻ വല്ല ഉഷാറാവും, വരുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ തല്ലിയിട്ടൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു പേടി. ഈ പുലർച്ചയൊക്കെ എണീറ്റിട്ട് 4 മണിക്കൊക്കെ എണീറ്റ് പ്രയാസം. കുട്ടിയല്ലേ അന്ന്. അപ്പോൾ ഈ തായമ്പക അരങ്ങേറിയിട്ടാണ് 11 വയസ്സ് 12 വയസ്സിൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാഠത്തിൻ്റെ കൈകളും ഇന്ന് കഥകളിക്ക് കലാമണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പാഠ്യക്രമമോ ഇല്ലെങ്കിൽ അതിൻ്റെ വലിയ ഉണ്ട്, വ്യത്യാസമുണ്ട്. തായമ്പയ്ക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ചുമണിമാരാർ പറഞ്ഞ അദ്ദേഹം ചതലിമാരാരൊക്കെ ശിഷ്യരാണ്. അതുകൊണ്ട് ഈ തായമ്പിലെ ആദ്യത്തെ എണ്ണം നക്കത ഗീ കാം കൊണ്ടുള്ളൊരു അടിസ്ഥാനമുണ്ട്. തന്നെയാണ് കലാമണ്ഡലത്തിലും പഠിപ്പിച്ചത്. അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ചൊല്ലുകൾ വ്യത്യാസമുണ്ട്. ആ ചൊല്ലൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ഈ ഒരു അതിലേക്ക് എന്താ പറയുക, മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു താമസം അല്ലെങ്കിൽ പഠിച്ചതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് ഗുണമുണ്ടായിട്ടുള്ളൂ. ചിലതുണ്ടാവുമല്ലോ. ഇല്ല, പഠിച്ചതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ അന്നത്തെ ഒരു ഗ്യാങ് നല്ലൊരു ഇത് തന്നെയായിരുന്നു. കൃഷ്ണദാസൊക്കെ
നമ്മളെയൊക്കെ ഒരുപാട് എല്ലാവരും ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനും അതുപോലെ എൻ്റെ ജൂനിയറായിട്ട് വരുന്ന ആൾക്കാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊരു പ്രത്യേക എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ഐക്യമാണ്. ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഉണ്ട്. പക്ഷെ അന്ന് കുറച്ചുകൂടി സ്നേഹം കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ വാദ്യത്തിൻ്റെ പറഞ്ഞു, അപ്പോൾ മറ്റു അല്ലെങ്കിൽ പാട്ട് അന്നത്തെ കലാകാരന്മാർ അവിടെ കലാമണ്ഡലത്തിലുണ്ടായിരുന്നത്? വേഷത്തിന് ഉണ്ടായിരുന്നത് സി ഗോപാൽ, ബോംബെയിലെ ഗോപാലചേട്ടൻ, അങ്ങനെ ശ്രീകുമാർ, ഹരികുമാർ, ശ്രീകണ്ഠൻ നായർ, അങ്ങനെ വലിയ ഒരു രാധാകൃഷ്ണൻ, കൃഷ്ണകുമാർ, അങ്ങനെയുള്ള ആൾക്കാർ. ഇന്നത്തെ കുറേ വലിയ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. വേഷത്തിന് പ്രധാന ആശാൻ രാമട്ടുവാലാശാൻ, ആശാൻ എന്ന പ്രിൻസിപ്പൾ, ഒബി ആശാൻ, വിജയാശാൻ, MBS ആശാൻ, ഷാരുടെ ആശാൻ, അങ്ങനെ ഒരു ഗോപാലകൃഷ്ണ ആശാൻ, പ്രത്യേകിച്ച് പത്മനാഭനാശാൻ, അതുപോലെ പാട്ടിന് കുറുപ്പാശാൻ ഉണ്ടായിരുന്നു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട്, ഗംഗാരാശാൻ, മാടമ്പി ആശാൻ, രാമകുമാരാശാൻ, അങ്ങനെ ഒരു വലിയൊരു നല്ല സുബ്രഹ്മണ്യാശാൻ, എല്ലാവരും ഉണ്ടാകുന്നു. മദ്ദളത്തിന് അപ്പിട്ടുള്ള ആശാൻ വലിയ കാര്യം, നമ്പീശുട്ടി ആശാൻ, അതൊക്കെ ഒരു വലിയ സംഭവമായിരുന്നു. ചുട്ടിക്ക് ചെയ്ത രാമമോഹനാശാൻ, പിന്നെ തുള്ളലിന് ദിവാകരൻ നാരാശാൻ, പഞ്ചവായത്തിന് അന്നമനയുടെ പരമേശ്വരമാല, ശീതളൻ നമ്പീശൻ. പിന്നെ മറ്റേ ഡാൻസ് വിഭാഗത്തിൽ എനിക്ക് അങ്ങനെ അത്ര അറിയില്ല. അംബിക ടീച്ചർ, സത്യഭാമ ടീച്ചർ, പിന്നെ അങ്ങനെ 1-2 ആൾക്കാരെയൊക്കെ അറിയാമെന്നല്ലാണ്ട് അങ്ങോട്ടൊന്നും അങ്ങനെ അത്ര ശ്രദ്ധയില്ല. പേടിച്ചിട്ട് തന്നെയാണ് ശ്രദ്ധ, വേറൊന്നുമില്ലേ. ഞാൻ വല്ല സിനിമയ്ക്ക് പോവുകയായിരുന്നു, വല്ല എന്തെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് നീ വല്ല വർഷമാൻ ചോദിക്കൊന്നും ഉണ്ടായിട്ടില്ല. അമ്പലത്തിൽ പോകും, കോഴിമാമ്പ അമ്പലത്തിൽ. പിന്നെ വീട്ടിലേക്ക് വരും തന്നെ ഉള്ളൂ. പിന്നെ അന്ന് തന്നെ പിറ്റത്തെ കൊല്ലം അരങ്ങേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത്യാവശ്യമൊക്കെ ചൊല്ലിയാടത്തിനൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞയക്കും. കുട്ടികൾ കൂടുതലുണ്ട്. കുറച്ച് അപ്പോൾ ഉണ്ണീഷേട്ടൻ വന്നു, എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ശിക്ഷണം. അന്നത്തെ ഇപ്പോൾ അരങ്ങേറ്റം എന്നുള്ള രീതിയിൽ കളിയിൽ അരങ്ങേറ്റുമ്പോൾ അവരുടെ പ്രഖ്യാപിതമായ ദിവസം തന്നെയാണോ? അല്ലല്ല, ഓഗസ്റ്റ് 15 എൻ്റെ അരങ്ങേറ്റം. കുറച്ചുകൂടി നേരത്തുണ്ടായി, വിദ്യാരംഭത്തിനല്ല, ഓഗസ്റ്റ് 15 അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം കുട്ടിത്തരം വേഷങ്ങളൊക്കെ കൂട്ടുക. എന്തായാലും എൻ്റെ 4ാമത്തെ കൊല്ലത്തിലെ ഒരുവിധം വേഷങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അത്ര മണ്ടനൊന്നും ആയിരുന്നില്ല, ഒരുവിധം വേഷങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് എല്ലാവരും പഠിപ്പിച്ച ഇനിയിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും, കൃഷ്ണകുട്ടി കുളാശൻ മോൾക്ക് വിജയേട്ടൻ വരെ എൻ്റെ ഇടയിൽ പെടുമല്ലോ, ബാക്കിയില്ല, എല്ലാവരെയും സ്നേഹവും അവരുടെ എന്താ വെച്ചാൽ കടാക്ഷവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് സുഖമായിട്ട് ജീവിക്കണത്. അല്ല, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പഠിപ്പിച്ച ആശാന്മാരുടെ മുഴുവനും നല്ലൊരു ഓർമ്മകളുണ്ടാവുക, അവരെ സ്മരിക്കാൻ പറ്റുക. അല്ല, നമ്മളവരെ സ്മരിക്കണമുണ്ട്. അതെ, അത് വേണ്ടാത്ത പറയല്ല, അവർ 2 നേരവും സ്മരിക്കുന്നത്. അല്ല, ചിലപ്പോൾ ഒരു പക്ഷേ ഈ വിജയം രാവിലെ വരെ സ്മരിച്ചിട്ടുണ്ടെന്ന് വൈകുന്നേരം മനസ്സിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനത്തെ ഒരു മനസ്സും, കാരണം അവിടുത്തെ ഒരു ഗുഡ് ബുക്സിൽ വരിക, നല്ലൊരു കലാമണ്ഡലം ശിവദാസൻ എന്ന് നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോഴും. അതെ, ഒരു ദോഷമൊന്നും ഞാൻ ഇന്ന് വരെ ഒരാളെ വല്ല ചതിക്കുക അല്ലെങ്കിൽ വല്ല അത് തന്നെയായിരിക്കാം ജീവിതത്തിലെ കലാജീവിതത്തിലെ വിജയത്തിന് അടിസ്ഥാനം എന്ന് തന്നെ വിശ്വസിക്കാം. തീർച്ചയായിട്ടും. കോഴ്സൊക്കെ കഴിഞ്ഞിട്ടും ആശാന്മാരെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അച്ചുണ്ണിപ്പോൾ ആശാനെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം ഓണക്കാലത്ത് ചെല്ലുമ്പോൾ ആശാൻ റേഷൻ കടയ്ക്ക് പോകുമായിരുന്നു. മണ്ണെണ്ണ ഡപ്പയൊക്കെ ഉണ്ട് കയ്യിൽ. എന്നെ കണ്ടപ്പോൾ അതാ പിടിച്ചോ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. പിന്നെ ഇത് ഈ ക്യാനുണ്ടല്ലോ, റേഷൻ കാർഡ് ഒക്കെ ഞാൻ ആശാനോട് വീട്ടിലേക്ക് റേഷൻ കടയ്ക്ക് പോയി. അപ്പം എൻ്റെ ശിഷ്യനാ, പല്ലശനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കൊണ്ട് ഞാൻ ഓണപ്പടയും ദക്ഷിണയും കൊടുക്കാൻ പോയതാണ്. മന്നാടി അച്ഛനെ കണ്ടു കൊടുത്തത് പറഞ്ഞു, അച്ചുണ്ണിപ്പാൾ കൊടുക്കണം. അപ്പം ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നാളെ തന്നെ പൊക്കോ, എനിക്ക് ഒറ്റയ്ക്ക് പോട്ടെ, വഴി അറിയുമെന്ന് എനിക്കറിയില്ലല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞു പോയി. അത് എല്ലാ കൊല്ലം ഞാൻ
അത്യാവശ്യം എല്ലാ കൊല്ലവും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആശാന വയ്യാണ്ടായി പിന്നെ നമ്മൾ ഇരിഞ്ഞാലക്കുടയിലേക്ക് അങ്ങോട്ട് വന്നു. അതെ, അതിലേക്ക് വരാം. ഇരിഞ്ഞാലക്കുടയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കട്ടെ. ഈ തായമ്പക പഠിച്ചു, അല്ലെങ്കിൽ മേളം അതിനൊപ്പം കൂടിയിരുന്നു. അവിടുന്ന് പിന്നെ കളിക്കൊട്ട് പിടിച്ച് അരങ്ങേറി, അതിനുശേഷം കോഴ്സ് കംപ്ലീറ്റ് ആക്കി. പലപ്പോഴും വൈയക്തികമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കളിക്കൊട്ടുകാരുടെ മേളവാദനവും ഇല്ലെങ്കിൽ തായമ്പക വാദനവും, ആ കളിക്കൊട്ടിൻ്റെ ഒരു സ്വാദ് എന്ന് പറയുന്നതുണ്ട്. അത് പക്ഷേ സാങ്കേതികമായിട്ട് അതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ എത്രത്തോളം പറ്റുന്നുള്ളത് അറിയില്ല. പക്ഷേ ആ ഉരുളുകോലിൻ്റെ ശുദ്ധത, ആ എണ്ണങ്ങളുടെ ഒരു വ്യക്തത, സ്ഥാനത്തിൻ്റെ ഒരു ശുദ്ധി, ഇതൊക്കെ വളരെയധികം കളിക്കൊട്ടുകാരുടെ വളരെ സ്വാദ് തോന്നാറുണ്ട്. അപ്പോൾ ആ സ്വാദ് ഒരു പക്ഷേ അവനവൻ്റെ ഈ പഠനം 6 വർഷത്തെ പഠനത്തിൻ്റെ ശേഷം അത് പ്രയോഗിച്ചിട്ട് അതിൽ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ, അതിലുണ്ടാകുന്ന അനുഭൂതി, സ്വയം അനുഭൂതി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം, ആസ്വാദകനായിട്ടും പ്രയോക്താവായിട്ടും. അല്ല, തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. മനസ്സിലായ കളിക്കൊട്ട് പഠിച്ചുകൊണ്ടാണ് തായമ്പഴ ശരിക്കുള്ള ക്ലിക്ക് അറിയണത്. കുറേയൊക്കെ സ്വരസ്ഥാനം അനുസരിച്ചിട്ട് ആശാൻ പറയാറുണ്ട് കൊട്ടാൻ. നമ്മൾ ആദ്യം പഠിപ്പിച്ച ആശാൻ പറയാറുണ്ട് ഡഡക നന്നകാം, അത് ദരികടണ കതരകാമെന്ന് ആശാൻ പറയാറ്. അത് തക്കെട്ട ചെണ്ടയുടെ പക്കത്തേക്ക് വരണം. അതുപോലെ നഗാരം കൂട്ടുമ്പോൾ ഒരു നഗാരം കേൾക്കണം. ശരിക്ക് ഡഡകനകാം എന്നാണല്ലോ ആശാൻ പറയാറുണ്ട്, ഒരു നഗാരം കേൾക്കണം എന്ന് പറയും. അത് കലാമണ്ഡലത്തിൽ വന്നപ്പോൾ 2 നഗാരമാണ് തിരിച്ചറിഞ്ഞത്. അത് നമുക്ക് ഒരുപാട് പിന്നെ തായമ്പ കൂട്ടുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. അന്ന് ധാരാളം തായമ്പ കൂട്ടിയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തായമ്പ ഈ കുട്ടി തായമ്പകളിലെ കുട്ടി പോരാണ്. ഞാൻ അതുപോലെ തായമ്പ ഒരുപാട് ആൾക്കാർ പല്ലശ്ശേനെ പൊന്നൂട്ടന്മാരുടെ കൂടെ കുറേ തായമ്പ കൂട്ടിട്ടുണ്ട്. അതുപോലെ കാച്ചാകുറിശി കണ്ണൻ മരിച്ചു പോയിട്ടോ കുറേ തായമ്പ കൂട്ടി. ഞാൻ കൊട്ടാത്ത തായമ്പക്കാരില്ല, അനവധി തായമ്പകൾ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പാലക്കാടൻ തായമ്പ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇടിവെട്ട് തായമ്പ എന്നൊക്കെ പറയില്ലേ, ഇടകാലത്തിന് ശേഷം ആൾക്കാരെ പിടിച്ച് ഇരുത്തണ്ടേ, കാലം കയറ്റി കൂട്ടുന്നൊരു ചട്ടങ്ങൾ, ചാടി മറിയാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു വിഭാഗക്കാരുണ്ടാവും. അതിൽ നമ്മൾ അങ്ങനെയൊക്കെ കുറേ ചെയ്തിരുന്നു. ഒരുപാട് തായമ്പോട്ടിയുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാശൊന്നും കിട്ടിയില്ലെങ്കിലും ആ കലയോടുള്ളൊരു അഭിനിവേശം ഒരിക്കലും. അപ്പോൾ കളിക്കൊട്ടിൻ്റെ സ്വാധീനം ഇതിൽ തായമ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വ്യത്യസ്തമായിട്ട് അവരെ കൊട്ടുമ്പോൾ ഈ പല്ലശ്ശേനെ പെണ്ണൂട്ടന്മാരായ അദ്ദേഹത്തിനൊക്കെ സ്വതവേ ഒരു അരിമണി തായമ്പ എന്നൊക്കെ പറയും. അവിടെ സംഗീതാത്മ അദ്ദേഹത്തിന് അമ്മാവൻ്റെ പത്മാവരാരോടൊക്കെ കുട്ടിയിട്ടുണ്ട്. ധാരാളം അവരുടെ തായമ്പകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ പൊന്നായിട്ട് സ്വതവേ കഥകളി കുട്ടി പഠിക്കാൻ പോയിട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണ് സ്ഥാനത്തെന്ന്. വാസുവേട്ടൻ്റെയൊക്കെ ഒപ്പമായിരുന്നു. അദ്ദേഹത്തിന് സ്വതവേ തായമ്പ നല്ല രസമാണ്, നല്ല സുഖമായിട്ടുള്ള വഴിയാണ്. മനസ്സിലായേ, ഒരു ചെറിയ കോലുണ്ടൊക്കെ കൊട്ടുള്ളൂ. അങ്ങനെ പൊന്നായിട്ടനും ഒരു സംഗീതാത്മകമാണ്. നമ്മൾ ഈ കളിക്കൂട്ട് കൂടി പഠിച്ചപ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരുന്നു അതിനോട് കൂട്ടാൻ. എല്ലാവരോടും ഞാൻ ഏട്ടനായിട്ട് കൂട്ടിയിട്ടുണ്ട്, ഞാൻ അനിയനായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരുവിധം ഒരു എണ്ണം പറഞ്ഞ എല്ലാവരും കൂടി അപ്പുമാരോടെ ഒരു തായമ്പ കൊട്ടാനുള്ളൊരു യോഗം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് യാദൃച്ഛിക വശാൽ വേറെ ആൾ വന്നുപെട്ടു. ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പുമാരെ തായമ്പയ്ക്ക് അനവധി താളം പിടിച്ചിട്ടുണ്ട്. കേശവപ്പുവാള തായമ്പയ്ക്ക് പിടിച്ചിട്ടുണ്ട്. തൃത്താല കേശവപ്പുവാളെ, കുഞ്ഞുപൂവാളെ പിടിച്ചിട്ടുണ്ട്, ശിവരാമ പൂവാളെ പിടിച്ചിട്ടുണ്ട്, പൂക്കാടിയുടെ പിടിച്ചിട്ടുണ്ട്, ശങ്കരേട്ടൻ്റെ വരെ. ശങ്കരേട്ടൻ്റെ തായമ്പ ഒരു 80 കാലഘട്ടങ്ങളിൽ അവിടെ വന്നപ്പോൾ പിന്നെ ആ തായമ്പയുടെ സ്റ്റൈൽ മാറി. ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ ലൈനായി തായമ്പക. ആ ശങ്കരേട്ടൻ വരുന്നപ്പോൾ ആ സംഭവം ഇവിടുന്ന് മാറുന്നു. കാരണം നല്ല വൃത്തിയായിട്ട് ചണ്ടയെടുത്ത് നിൽക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല പൊട്ടിടുക, തലയൊക്കെ ചീകി, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ കൊട്ടിലുണ്ടല്ലോ. ഒരു ഭയങ്കര അടിയായിരുന്നു ആ തായമ്പക്ക അന്ന്. ആ സമയങ്ങളിൽ അവിടെയുള്ള തായമ്പക്ക. ശങ്കരേട്ടൻ വന്നതോടുകൂടി ശങ്കരേട്ടൻ പിന്നെ എല്ലാവരുടെയും കൂടെ കയറണം. ഏത് അമ്പലത്തിൽ ഏത് പൂരത്തിനും മട്ടന്നൂർ ശങ്കരൻകുട്ടി തായമ്പക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ട് പറയാം. ശങ്കരേട്ടൻ്റെ തായമ്പയ്ക്ക് ഞാൻ താളം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മഞ്ഞപ്പുറ വേല ശങ്കരേട്ടനായിട്ട് എറണാകുളത്ത് നിന്ന്, അദ്ദേഹം എറണാകുളത്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വന്നത്. ശങ്കരേട്ടൻ്റെ തായമ്പയ്ക്ക് ഒരാളുള്ളൂ താളം പിടിക്കാൻ. ഞാൻ വേഗം സംശയമൊന്നുണ്ടായില്ല, തായമ്പയ്ക്ക് താളം പിടിച്ചു. അപ്പോൾ അധികകാലം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, മാറി. അപ്പോൾ അങ്ങനെ ഒരു പൂർവ്വ അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ പഠനത്തോടൊപ്പം അതിന് ശേഷം ഉണ്ടായ തായമ്പകളും
അതൊക്കെ ഗുണം ഒരുപാട് ഗുണമായിട്ടുണ്ട്, ഒരുപാട് ഗുണമായില്ല. ഇനി സൂചിപ്പിക്കേണ്ടത് ഇരിങ്ങാലക്കുടയ്ക്കുള്ള ഒരു പ്രവേശനമാണ്. പക്ഷേ അതിന് മുമ്പ് ഈ കലാമണ്ഡലത്തിൻ്റെ പഠനത്തിന് ശേഷവും ഇരിങ്ങാലക്കുടയിൽ ഇല്ലെങ്കിൽ ഇവിടെ അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ടെമ്പററി എന്താ പറയുക സ്റ്റാഫായിട്ട് ഇവിടെ വരുമ്പോൾ അതിന് മുമ്പുള്ള അതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം ഓർമ്മകൾ. കലാമണ്ഡലത്തിലെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഈ കളിക്കൂട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണല്ലോ. കളിക്കൂട്ട് കൊണ്ടുപോകണം. അച്ഛനും പറഞ്ഞു, നീ എന്താ കളിക്കൂട്ടൊക്കെ പോയി അവിടെ പോയി പഠിച്ചിട്ട് കൊട്ടാൻ പോണ്ടേ, കളിക്കൂട്ട് കൊട്ടാൻ പോണ്ടേ. മന്നാട് ആശാനെ പോയി കാണുമോ പറഞ്ഞു. ആശാനെ പോയി കാണാൻ പറഞ്ഞു. ആശാനടുത്ത് പറഞ്ഞു. ആശാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, സാധനത്തിലേക്ക് പൊക്കോളൂ, കുമാരേട്ടനോട് ഞാൻ പണി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യമായി. പിറ്റേ ദിവസം തന്നെ സാധനത്തിലേക്ക് പോയി. ആശാനൊരു കത്ത് എഴുത്തരുത്. ഞാൻ 1985 മനസ്സിലായി. 85 84 ഞാൻ തന്നെ എഴുതണം. ആശാൻ ഒപ്പിടും. കുമാരേട്ടനെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഒന്ന് കഴിഞ്ഞുള്ള കോഴ്സ് കഴിഞ്ഞത് വെറുതെ ഇരിക്കേണ്ട. അപ്പോൾ അച്ഛൻ ചീത്ത പറഞ്ഞു. അപ്പോൾ ആശാനെ വന്ന് കണ്ടപ്പോൾ ആശാൻ പറഞ്ഞാണ്, നീ പൊക്കടാ, അവിടെ പൊക്കോ, നേരാവാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞു. അവിടെ വന്നു. അവിടെ ഒരു 3 മാസം നിന്നു. ആ സമയത്ത് ഒരു അതൊന്ന് അവിടെ ചെണ്ടട ആശാന്മാരാരില്ല, ഗോപാലനാണുള്ളത്. അപ്പോൾ കുമാരനാരാശാൻ്റെ ബാലേട്ടൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ചൊല്ലിയാട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ അന്തരീക്ഷം, ഒരു പ്രത്യേക പൊല്യൂഷൻ, കഥകളിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ്. ഈ കുഞ്ഞിരാമൻ നായർ ഭാരതപ്പുഴയെക്കുറിച്ച് വർണ്ണിക്കുന്ന രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടും. അന്ന് എനിക്ക് ആ സാധനത്തിലെ കളരി ഭയങ്കര ഒരു പ്രചോദനമായിട്ടുണ്ട്. എനിക്കത് മറക്കാൻ പറ്റില്ല. അത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കുമാരേട്ടനായാലും ശരി, അപ്പോൾ ഹരികുമാരേട്ടനായാലും ശരി, ഹരികുമാറുണ്ടായിരുന്നു അവിടെ. ഹരികുമാർ പിന്നെ ഇടയ്ക്ക് എവിടെയോ പോയതുണ്ട്, കൽക്കട്ടയ്ക്ക് എവിടേക്കോ. ബാലേട്ടൻ, കുമാരനാരാശാൻ, അവിടെയുള്ള അന്നത്തെ പഠിക്കുന്ന ആൾക്കാർ, ബാസി, മണികണ്ഠൻ, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും എന്നെ വലിയ സ്നേഹമായി. ആ സമയത്ത് ഗോപാലനോടെ പോയി. ആ സമയത്താണ് രാമകൃഷ്ണൻ വരുന്നത് അവിടെ. രാമകൃഷ്ണൻ ഞാനൊരു മാസം കൊട്ടിക്കുണ്ടായി, സദാനന്ദ രാമകൃഷ്ണനെ. പിന്നെ ഏതൊക്കെ 1-2 ചെണ്ടക്കാർ വരുന്നുണ്ടായി, അവരും നിന്നില്ല അവിടെ. അപ്പോഴാണിങ്ങനെ കലാനിലത്തിൽ ബലരാമാശാൻ ഇവിടുന്ന് കലാമണ്ഡലത്തിലേക്ക് സ്ഥിര നിയമനം കിട്ടിയപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ഒഴിവുണ്ട്. അപ്പോൾ ഞാനന്ന് ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലെ കഥകളി ഉണ്ടായിരുന്നു. ആ കളിക്ക് പോയി. അന്ന് ആലിപ്പറമ്പ് കേശവപ്പുകളൊപ്പം ഞാൻ പ്രഹ്ലാദത്തിനാണ് ഉണ്ട് അവസാനം കുട്ടി. അപ്പോൾ അന്ന് അവിടെ കുഞ്ചുണ്ണേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ചുണ്ണേട്ടൻ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് കലാലയത്തിലേക്ക് വന്നാൽ എന്തെങ്കിലും പറ്റുമോ അവിടെ, ഇപ്പോൾ ഒഴിവുണ്ടെന്ന് കേട്ടു. ഞാൻ അപ്പാശാനോടൊന്ന് ചോദിക്കട്ടെ വന്നു കുഞ്ചുണ്ണേട്ടൻ. അത് കഴിഞ്ഞ് അപ്പാശാനോട് ചോദിച്ചപ്പോൾ അപ്പാശാൻ വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പാശാൻ ഇവിടെ പ്രിൻസിപ്പാൾ. അതെ. അപ്പോൾ ആശാനെ പോയി കണ്ടു. അപ്പോൾ ആശാൻ പറഞ്ഞു, നീ പൊക്കോളൂ, ഞാൻ പറയാം, അപ്പുമാരോട് പറയാം. കുട്ടൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണദാസൻ, അയാൾ മാർഗിയിലേക്ക് പോവാണ്. അപ്പോൾ താൻ ഇന്നാലക്കുടയ്ക്കും പൊക്കോളൂ, നേരാനുള്ള എല്ലാ ചുറ്റുപാടും അവിടെ ഉണ്ടെന്ന് പറയണം. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഓഗസ്റ്റ് 15 അത് കഴിഞ്ഞിട്ടാണ് ഏതൊരു വിശേഷം ഇവിടെ ദുര്യോധനവധം കഥകളിയാണ്. അപ്പോൾ ആ കഥകളിക്ക് കുട്ടിക്കൊണ്ടാണ് എൻ്റെ പ്രവേശനം. ആ കഥകളിയാണ് എൻ്റെ ഇവിടെ എടുക്കണ്ടെന്നുള്ള തീരുമാനം. ആ കളിക്ക് അവിടെ വന്ന് കുട്ടി കളിക്ക് കൂട്ടിയപ്പോൾ ദുര്യോധനൊക്കെ കുട്ടി, അതായത് രസം. ചൂതുകൾ കഴിയുന്നവരെ കുട്ടി എന്നെ. അപ്പോൾ അപ്പുവാശം പറഞ്ഞു, പനമുള്ളി രാഘവനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഇയാളുടെ കാര്യം വെച്ചോ, അത്തിരി വെക്കലൊക്കെ ഉണ്ട് പനമുള്ളിക്ക്. അപ്പോൾ വളരെ അയാൾ കണ്ട ഒരു കുട്ടിയാണ്, 2 കൊല്ലം PG എന്തെങ്കിലും പഠിച്ചിട്ട് പോരെ, പിന്നെ ചിന്തിക്കലേ തോന്നുന്നു. അപ്പോൾ അപ്പാശാൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മളൊന്ന് കുട്ടി തന്നെ. അങ്ങനെ 2 കൊല്ലം ഇവിടെ PG കൂടി പഠിച്ചു കലാലയത്തിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാനൊന്നും പോയില്ല. കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശിവദാസനെ ഇവിടെ അടുത്തുള്ള മോൾക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല, നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചോദിച്ചു. ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല ആശ. അങ്ങനെ ഇവിടെ
അപ്പോൾ അന്ന് കളരിയിലെ കുട്ടനാശാനായിരുന്നു, പ്രിൻസിപ്പളായിട്ട് അപ്പുവാശാൻ. അപ്പുവാശാൻ. ഓക്കെ, മനസ്സിലായോ? അതിനുശേഷം അന്ന് കലാനിലയം സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി MC പൊളവ്. അപ്പോൾ ഒരു 86, 87 അല്ലേ? 85. എന്തായാലും ഇപ്പോൾ ആ വർഷങ്ങളിൽ ഇപ്പോൾ പല്ലശ്ശന അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ നിന്ന് കലാമണ്ഡലത്തിലേക്കും കലാമണ്ഡലത്തിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ 3-4 മാസത്തേക്ക് സദനത്തിലേക്കും സദനത്തിൽ നിന്ന് അങ്ങനെ ഇരിങ്ങാലക്കുടയ്ക്കും പ്രവേശമായി. അത് ഇരിങ്ങാലക്കുട ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്കിവിടെ സാധനത്തിലെ പോലെ തന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും അല്ലേ, കുഞ്ഞുണ്ണേട്ടൻ്റെയൊക്കെ അപ്പുവാശാൻ്റെയൊക്കെ ഒരു നമ്മളുള്ള ഒരു സമീപനം നമുക്ക്, ഞാൻ സ്ഥാനത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു സഹോദരനായിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം മേളും തായമ്പയൊക്കെ അറിയുന്നുണ്ട്. ഒരു വന്ന കുട്ടികളെയൊക്കെ തായമ്പൊക്കെ പഠിപ്പിച്ചത്, സുധാമനെയൊക്കെ ഞാനാണ് പഠിപ്പിച്ചത്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലൊക്കെ ഫസ്റ്റായിരുന്നു. മനസ്സിലായോ? ഇൻഡർ സ്പൂണിലൊക്കെ അന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ഒരുപാട് കലാലയത്തിൽ വന്നിട്ടാണ് പിന്നെ ഇവിടെ താൽക്കാലിക അധ്യാപകനായി. അത് കഴിഞ്ഞ് ആ ഇടയ്ക്കാണ് കേശവ മാഷായിട്ട്, കലാമണ്ഡലം കേശവേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം. ഇവിടെ ക്ലബ്ബുകളിലേക്ക് എല്ലാവരും വരുമല്ലോ. കേശവേട്ടൻ കുറച്ച് കാലം എന്നെ കളിക്ക് കൊണ്ടുപോയിരുന്നു, ഒരുപാട് കാലം കൊണ്ടുപോയി. ആ കാലഘട്ടത്തിലാണ് ഹരിപ്പാട് രാമകൃഷ്ണൻ പിള്ള, ചെന്നിത്തല, കൃഷ്ണനാരാശാൻ, അങ്ങനെ പറയാം. പറയുമ്പോൾ ആദ്യം പറയേണ്ടതാണ് കൃഷ്ണനാശാൻ്റെ വേഷത്തിനടക്കം കൊട്ടാനുള്ള യോഗം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഒരുപാട് വേഷങ്ങൾ കൂട്ടി വെച്ചൂര് മറ്റേ ഉത്സവത്തിൻ്റെ കളിക്കണോ ക്ലബിൻ്റെ അല്ല, പുറത്ത് കേശവേട്ടൻ്റെ കൂടെ കളിക്ക് ഒരുപാട് കളിക്ക് പോയിട്ടുണ്ട്. പോയവിടെയൊക്കെ ഞാൻ നല്ല ചെണ്ട കൊണ്ടുപോകുമ്പോഴൊന്ന് കേശവേട്ടൻ കമ്പി ചെണ്ട ഉണ്ടാവും. ഇപ്പം നീട്ടിയത്ത് സുരേഷ് ഉണ്ടല്ലോ, സുരേഷാണ് കൊണ്ടുവരാറ്. അത് മുറുക്കി അതിൽ ആ മണ്ടച്ചെണ്ടയിൽ ഞാൻ കൊട്ടും, കേശവേട്ടൻ നല്ല ചെണ്ടയിൽ കൊട്ടും. ഏകദേശം കരിദാസേട്ടൻ അല്ലെങ്കിൽ ഹൈദരാലി മാഷ്, അങ്ങനെയുള്ള എവിടെ പോയാലും മേളപ്പദം ഉണ്ടാവും. ഞാൻ കൂടെ കൂട്ടും. ഞാൻ ശശിയാണ് അന്ന് കൂട്ട്. അനവധി മേളപ്പദം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് എല്ലാവരും വേഷത്തിന് എന്നെ വിട്ടാകും കൂട്ടാൻ. ഇതങ്ങനെ എഴുതി വയ്ക്കും. ഓരോ കളി കഴിഞ്ഞാലേ ഇന്ന ആളുള്ള ഇന്ന ഭാഗമാണ്. നിഴൽക്കുത്ത് ധാരാളം ഉണ്ടാവും. അപ്പം ഈ മന്ത്രവാദത്തിൻ്റെ ചടങ്ങ്, ആ ചടങ്ങ്, ഈ ചടങ്ങ്, അവസാനത്തെ ചടങ്ങും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ ആൾക്കാർ ഓരോ ചടങ്ങാണ്. കരുണാരാശൻ്റെ ആണ് വേറൊരു ചടങ്ങ്. ഈ മലയത്തിയുടെ ആ അവസാന രംഗങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം. ഇതൊക്കെ ഞാനിവിടെ എഴുതി വയ്ക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു? അതെ, വെരി ഗുഡ്. ധാരാളം ഇപ്പോഴും ഉണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ ധാരാളമുണ്ട്. ധാരാളം ആ പഴയ സാങ്കേതികമായിട്ട് എഴുതി വയ്ക്കലും ഒപ്പം ഓർമ്മകൾ എഴുതി വയ്ക്കലും ഉണ്ട്. പിന്നെ അതും അത്യാവശ്യം ചെയ്തു. സദനത്തിലൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇന്ന ദിവസം ഇന്ന കഥയ്ക്ക് കുട്ടി കുമാരനാരാശനായിരുന്നു, രംഭാപ്രവേശമായിരുന്നു. അതിവിടെ വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാർത്തവര്യാർജുന, ആ കമലദളത്തിൻ്റെയൊക്കെ ചടങ്ങൊക്കെ കുട്ടനാശാൻ്റെ കളരിയിൽ ചൊല്ലിയാടിക്കുമ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് വെച്ചിരുന്നു. പിന്നെ ഉത്ബോധനമൊക്കെ അനവധി കുട്ടീൻ്റെ കളരിയില്ലേ, അരകാസുരൻ ഉത്ഭവം ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്യും. തലേ ദിവസം രാത്രി ചൊല്ലിയാട്ട് ഉത്ഭവത്തിൻ്റെ മുദ്ര കാണിക്കാൻ പിറ്റേ ദിവസം കറക്റ്റാണ് ഉത്ഭവമാണ്. നരകാസുരനാണെങ്കിൽ അത് ആശാൻ ഈ എല്ലാതിൻ്റെയും ആദ്യത്തെ ശ്ലോകം പറയുമ്പോൾ ഉത്തരാസംബരാണെങ്കിൽ ഉന്മേൽ പത്രവല്ലി എന്നേ പറയുള്ളൂ. ആശാൻ അവിടെ വന്നിരിക്കും. രവിയേട്ടൻ രവിയേട്ടൻ, എമ്പ്രാന്തി, രാജേന്ദ്രേട്ടൻ, ഞങ്ങളെല്ലാവരും ഉണ്ടാവും അവിടെ. കല്യാണം കുഞ്ഞുനേട്ടൻ പറയും, ശിവദാസൻ കൂട്ടിക്കോളും. പക്ഷെ ചിലതിന് കുഞ്ഞുനേട്ടൻ കൂട്ടും. കുഞ്ഞുനേട്ടൻ കൂട്ടുമ്പോൾ നമ്മൾ ആ ഒരു ശൈലി നമ്മളിങ്ങനെ എന്താ കളരിയിൽ കുട്ടനാശാൻ ഈ പറഞ്ഞ മാതിരി പത്മാശാൻ്റെ, രാമുട്ടാശാൻ്റെയൊക്കെ ശിഷ്യനായതുകൊണ്ട് കളരി ചിട്ട എവിടെയെങ്കിലും കുട്ടിക്കലാഴ്ച അപ്പച്ചെത്ത് പറയും. അങ്ങനൊരു വലിയ ദിവസമുണ്ട്. ആ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അന്നൊക്കെ ഒരു ലേശം മുമ്പ് കലാശിക്കണം. ആശാനെ വീട്ടിൽ പോണേ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഒരു 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ പോകണം. അല്ലാത്ത ദിവസമൊക്കെ കറക്റ്റാണ്.